ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ ഏകദേശമൊക്കെ മനസ്സിലായി കാണും, നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഇതിന് ചിറപ്പ് മഹോത്സവമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടമ്പലത്തിലും ഒരേപോലെയാണ്. ഈ രണ്ടമ്പലം എന്ന് പറഞ്ഞാൽ ഒന്ന് കിടങ്ങാമ്പറമ്പ് അമ്പലം, മുല്ലയ്ക്ക് അമ്പലം. ചിറപ്പ് മഹോത്സവം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണുള്ളത്. അവിടെ ചെന്ന സമയത്ത് നടക്കുന്ന പരിപാടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ പരിപാടി, അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ്റെ എന്തോ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റേജ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അപ്പോൾ അത് കുറച്ച് സമയം കൊണ്ട് എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മുല്ലയ്ക്ക് അമ്പലം വരെ നടക്കാം. അപ്പോൾ നടക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്ന വഴിയൊക്കെ ഒത്തിരി കടകളും കാണാൻ കാഴ്ചകളും വാങ്ങിക്കാൻ ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കിടങ്ങാമ്പ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ. കാണുന്ന പോലെയുള്ള ഒരുപാട് കടകൾ അപ്പുറം റോഡിൻ്റെ രണ്ട് സൈഡും ഉണ്ട്. അപ്പോൾ ഈ വർഷത്തെ എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതായി കാണുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പല കളറിൽ വൈറ്റും റെഡും യെല്ലോയും ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് അനങ്ങുന്ന കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ബാറ്ററി ആണെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കാമെന്ന് പറഞ്ഞാണ് അതിൻ്റെ അടുത്തേക്ക് ചെന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവരതിങ്ങനെ അനക്കി കൊടുക്കുന്നത്. അത് ഇരിക്കുന്ന ആ ബോക്സ് ഇങ്ങനെ അനക്കി കൊടുക്കുമ്പോഴാണ് അവരെല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ അനങ്ങുന്നത്. പക്ഷേ അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ നിൽക്കും, വീണ്ടും ഇതിങ്ങനെ അനക്കി കൊടുക്കും. കാറിലൊക്കെ വയ്ക്കാനാണെങ്കിൽ നല്ലതായിരിക്കും. ഈ കാണുന്ന ലൈറ്റിങ്ങിൻ്റെ അവിടെ തൊട്ടാണ് നമ്മുടെ മുല്ലയ്ക്ക് അമ്പലത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഭംഗി. നമ്മൾ അടുക്കും തോറും അതിൻ്റെ ഓരോ ലൈറ്റിങ്ങും കാര്യങ്ങളും, ഒത്തിരി ലൈറ്റിങ്ങും കാര്യങ്ങളും ഇതിലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് നേരം നിന്നാലും നമുക്കത് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഷെയ്ഡിലായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് നേരം നിന്ന് നോക്കുമ്പോഴേ നമുക്കതിൽ ഉള്ള പല ഷെയ്ഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ സെറ്റിങ്സ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് നേരം നിങ്ങളവിടെ നോക്കി അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുന്ന വീഡിയോ ആണ്. ഇതിപ്പോൾ ഒരു 6 മണിയൊക്കെ ആയതുകൊണ്ടാണ് ഇത് നമുക്കിങ്ങനെ എടുക്കാനും കാണാനും ഒക്കെ പറ്റുന്നത്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ എന്ത് ഭംഗിയായിട്ട് അവർ ആ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇവിടുന്ന് അങ്ങ് അമ്പലം കഴിഞ്ഞുണ്ട് കേട്ടോ ഈ ലൈറ്റിങ് കാര്യങ്ങളും. കാരണം ഈ റോഡ് തൊട്ട് അങ്ങേയറ്റം ഈ റോഡ് തീരുന്ന ആ ഭാഗം വരെ നമുക്കിതിങ്ങനെ ലൈറ്റിങ് വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് ഇപ്പോൾ തിരക്ക് ഭയങ്കര കുറവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല. അപ്പോൾ എനിക്കും വീഡിയോ എടുക്കാനും സൗകര്യമായിരുന്നു ഈ ഒരു ടൈം ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നു. ഇതാണ് നമ്മുടെ അമ്പലം. അപ്പോൾ ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറിയില്ല. നമ്മളിവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ നടന്ന് ക്ഷീണിച്ചിട്ട് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചു. ഐസ്ക്രീം വാങ്ങിക്കുന്നിടത്തേക്ക് ഇരുന്ന് കഴിക്കാനുള്ള ചെയറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിലെല്ലാം ആൾ ഫില്ലാണ്. നമുക്കപ്പോൾ ഇനി നിന്ന് കഴിക്കാൻ മാത്രമേ നിവർത്തിയുള്ളൂ.
അപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീമാണ് ഞാൻ വാങ്ങിച്ചത്. നടന്നതിന് റെസ്റ്റുമായി. അപ്പോൾ ഇതിലൊന്നും അവന് കയറണ്ട എന്ന് വെച്ചാൽ പേടിയാണ് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി പറഞ്ഞു കയറാമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് കയറണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നടക്കുമ്പോഴത്തേക്കും കണ്ടതാണ് പെറ്റ് ഷോ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളതിന് ടിക്കറ്റ് എടുക്കണം. 30 രൂപയാണ് ഒരാൾക്ക്. മോനെടുക്കണ്ടായിരുന്നു, 5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് മതിയായിരുന്നു. അങ്ങനെ നമ്മൾ പെറ്റ് ഷോ കാണാൻ
അപ്പോൾ ഇത്രയുള്ളായിരുന്നു നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.